ആലപ്പുഴ ചാരുമൂട് കരിമുളയ്ക്കലിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കരോൾ സംഘത്തിനു നേരെയുണ്ടായ അക്രമ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. കുടുക്കൽ സുരേഷ് എം പി, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ എന്നിവർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 പേരെ റിമാൻഡ് ചെയ്തു. കരിമുളയ്ക്കൽ പ്രവർത്തിക്കുന്ന യുവാ ക്ലബിന്റെ നേതൃത്വത്തിലുള്ള കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന കരോൾ സംഘത്തിലെ 10ഓളം പേരാണ് പരിക്കേറ്റ് നൂർനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നത്. നിസ്സാര പരിക്കേറ്റ 5 പേർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. ബുധനാഴ്ച രാത്രി 11 മണിയോടെ കരിമുളയ്ക്കൽ തടത്തുവിള ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം. യുവാ ക്ലബിലെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 50ഓളം വരുന്ന സംഘത്തെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിനിടയാക്കിയതെന്നാണ് FIR-ൽ പറയുന്നത്. യുവാ ക്ലബ്ബ് പിളർന്ന് രൂപീകരിച്ച ലിബർട്ടി ക്ലബ്ബ് കരോൾ സംഘാംഗങ്ങളുമായുണ്ടായ സംഘർഷം മൂർച്ഛിച്ച് തമ്മിലടിയിൽ കലാശിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇരുവിഭാഗങ്ങൾക്കുമെതിരെ നൂർനാട് പോലീസ് കേസെടുത്തു. കമ്പിവടി, തടിക്കഷ്ണം മുതലായ മാരകായുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിച്ചതായി ആശുപത്രിയിലുള്ള യുവാ ക്ലബ്ബിലെ സ്ത്രീകൾ പറഞ്ഞു. വടിവാൾ പോലെയുള്ള സാധനങ്ങൾ വെച്ച്, വടിവാൾ മാത്രമല്ല കമ്പി, കല്ലോ എൻ്റെ നെഞ്ചത്തുൾപ്പെടെ ഇടിച്ച് തുണി വലിച്ചു കീറി ചീത്ത വിളിക്കുകയോ, ഒരു കൂട്ടം സ്ത്രീകളെ ഇവർ പിടിച്ചെറിയുകയോ അടിക്കുകയോ ഉപദ്രവം കാണിക്കുകയോ, കുറേ കുട്ടികൾക്കുൾപ്പെടെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റിയ കുഞ്ഞുങ്ങളും അമ്മമാർക്കൊപ്പം ആശുപത്രിയിലുണ്ട്. ഇതേസമയം കറ്റാനത്തുള്ള ആശുപത്രിയിലെത്തിയവരും മറ്റുമായി ലിബർട്ടി ക്ലബ്ബ് അംഗങ്ങളായ 18 പേരെ രാത്രി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയവരെ റിമാൻഡ് ചെയ്തു. DYFI പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്നാണ് BJP, കോൺഗ്രസ് നേതൃത്വങ്ങൾ ആരോപിക്കുന്നത്. എന്നാൽ ക്ലബ്ബുകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ DYFIക്കോ CPM-നോ ബന്ധമില്ലെന്നാണ് ഏരിയ നേതൃത്വം വ്യക്തമാക്കിയത്. സംഭവത്തെ തുടർന്ന് കരിമുളയ്ക്കൽ ജംഗ്ഷനിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ യോഗം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ക്രൈസ്തവരെ ആക്രമിക്കുന്ന കാര്യത്തിൽ, ക്രൈസ്തവ മിഷണറിമാരെ ആക്രമിക്കുന്ന കാര്യത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ തടസ്സപ്പെടുത്തുവാൻ ഇന്ത്യയിലെമ്പാടും ഒരു വശത്ത് സംഘപരിവാർ പരിശ്രമിക്കുമ്പോൾ RSSും BJPയും അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഈ കേരളത്തിൽ, ഈ ചാരുമൂട്ടിൽ, മാവേലിക്ക് ചാരുമൂട്ടിൽ അതേ സംഘപരിവാറിന്റെ അതേ റോള് ഇവിടെ DYFIക്കാരെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തും മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിൽ ഈ രണ്ടു കൂട്ടരും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആരോപണം, നമ്മുടെ ആക്ഷേപം. BJP നടത്തിയ പ്രതിഷേധ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചാരുമൂട്ടിൽ ഇത്തരത്തിൽ പാവപ്പെട്ട സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വ്യക്തിപരമായിട്ട് മാത്രമല്ല സംഘടനാപരമായിട്ടുള്ള മുതിർന്ന ആളുകളുടെ കൂടി തീരുമാനത്തിനനുസരിച്ച് അവരെ ക്രൂരമായിട്ട് ആക്രമിക്കുന്ന ഒരു ദൃശ്യം അത് കേരളത്തിലാകമാനം വരികയുണ്ടായി. ഞങ്ങളൊക്കെ സത്യത്തിൽ സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ക്രിസ്മസ് ആഘോഷിക്കാം എന്ന് കരുതി ഇരുന്ന, ഞാനിപ്പോൾ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്, അപ്പോൾ ഇവിടേക്ക് വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇരുവരും പരിക്കേറ്റ് കഴിയുന്നവരെ ആശുപത്രിയിലും സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.